പടച്ചോനെ, ജീവിതം കൈവിട്ട് പോവാണല്ലോ. ഒരെത്തും പിടിയും കിട്ടണില്ല. സൈമന്റെ നിക്കാഹ് നടത്താനുള്ള ക്യാഷ് സെറ്റാക്കാൻ ഒരു വഴിയും കാണുന്നില്ല. കടത്തിന് മേലെ കടം മൂടുകയാണല്ലേ. യാ അല്ലാ, നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ. മനസ്സിലായില്ലേ? അല്ലെ നമ്മള് പണ്ട് സ്കാഫർ സ്കൂളിൽ പഠിച്ചില്ലേ കൊല്ലത്ത്? ഇവിടെ സിദ്ധാർത്ഥൊക്കെ ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ബാച്ചില്? ഞാൻ എന്റെ അനിയത്തിയെ വീട്ടിൽ കൊണ്ടാക്കാൻ വന്നതാളാ. ഇവിടെ ഇവിടെ അവളുടെ കല്യാണം കഴിഞ്ഞ് PW ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ടെക്നോ പാർക്കിന്റെ അടുത്തേ. ഓ, നമ്മുടെ പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ട്. പക്ഷെ നിന്നെ കണ്ടിട്ട് എത്ര നാളായാലിയാ. അല്ലെ ഇത് ശനിയാഴ്ച കൊണ്ട് ബാഗ് തൂക്കി. നമുക്കൊക്കെ എന്ത് ശനിയാറിയ എല്ലാ ദിവസവും പണി. പക്ഷെ ഇന്ന് ശനിയാഴ്ച ആയിട്ട് പണിയുണ്ടോ? പക്ഷെ അറിയാം നിന്നെ എത്ര നാളായതാ കണ്ടിട്ട്. വാടാ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിട്ട് പോവാം. ഇങ്ങോട്ട് ഞാൻ പറയട്ടെ, വണ്ടി ഞാൻ അവിടെ സർവീസിന് കൊടുത്തേക്ക്. ഇനി താമസം അവിടെ കാണും. 6 മണി വരെ ഇവിടെ കാണുമല്ലോ. ഓ ഓടാ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തോന്ന് വിശേഷം എവിടെയാ? ഇങ്ങനെ പോന്നു. നിന്റെ വിശേഷങ്ങളൊക്കെ പറ. കല്യാണമൊക്കെ സെറ്റായോ? ആടാ, കല്യാണമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അക്കൗണ്ടിങ് സെക്ഷനിലുള്ള കുട്ടിയാ. പിന്നെ വീട് പണിയൊക്കെ സ്റ്റാർട്ടായി. അങ്ങനെയൊക്കെ അങ്ങ് നടന്നു പോകുന്നു. സ്കൂളിൽ ഞാൻ ടീച്ചറായിട്ട് കയറിയടാ, വീടിനടുത്തുള്ള പ്രൈവറ്റ് സ്കൂളില്. ടീച്ചറോ? ഓടാ, ഇതിന് മാത്രം ഒരു വ്യത്യാസമില്ല. പഴയ പുച്ഛം തന്നെ. ഒന്നുമല്ലയാ, ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചർ എന്ത് സാലറി കിട്ടാനാ? കൂടി പോയാൽ 40,000, അല്ലെങ്കിൽ ഒരു 50,000 രൂപ. അതുകൊണ്ട് ഈ കാലത്ത് എങ്ങനെ ജീവിക്കാനാ? 40,000 രൂപ? എടാ, അതിന്റെയൊക്കെ താഴെ 30 രൂപയൊക്കെ കിട്ടിയാലായി. 30,000 രൂപ? അത് സീരിയസ്? ഓടാ, അതിനെന്താ? എന്റെ വീട് കഴിഞ്ഞു പോകുന്നുണ്ട്, അച്ഛനെ അമ്മയെ നോക്കുന്നുണ്ട്. ഇനിയിപ്പോ കല്യാണമൊക്കെ ഉടനെ നടക്കുന്നുണ്ട്. വീട് പണി ടൈലിന്റെ പണിയാണ് നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല അങ്ങ് പോകുന്നു. നിന്റെ കല്യാണ കാര്യമൊക്കെ എന്തായി? കല്യാണം ആകെപ്പാടെ പെട്ട് കിടക്കുകയാണ്. ലോണ്, EMI, ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. എടാ, നീ IT യിലല്ലേ? IT യിലൊക്കെ ഒരു 19,000 സാലറിയെ കാണത്തില്ലേ? 50,000 രൂപ, അതിന് ഇരട്ടി കൂടെ കണ്ടളിയാ. ഇരട്ടിയാ? 1,00,000 രൂപയാ? പക്ഷെ 1,00,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു വീടൊക്കെ വെച്ച് താമസമാക്കി നല്ല സുഖ ജീവിതമായിരുന്നേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ കൊച്ചിന്റെ ഫോട്ടോ കാണിച്ചേ. അതിനാണ് ഞാൻ ഫോൺ എടുത്തത്. ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേണം പണിയൊക്കെ തീർത്ത് ലൈഫ് ഒന്ന് അടിപൊളിയാക്കാൻ. അത് 6 മണി വരെ കാണും. എന്റെ നമ്പർ ഞാൻ എടുക്കാം. എന്തായാലും ഈ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ഒട്ടും ആക്റ്റീവ് അല്ലല്ലോ. നീ ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ ഒക്കെ തന്നില്ലെങ്കിലാണ്. ശരി, അപ്പോൾ പിന്നെ ഞാൻ പോട്ടെ. അപ്പൊ ഞാൻ കല്യാണത്തിന് വിളിക്കുന്നുണ്ട്. വീട് കാലാക്കി. ശരിടാ. Hey, Bobby. What happened? We'll talk later. Everything is there. We'll talk later. You won't spoil the weekend now. We have to play. Come on. Hey, come on. Let's play. Leave it. We'll talk later. We'll play. Bobby.
എന്ത് പറ്റി മുഖത്ത് ഭയങ്കര ക്ഷീണമുണ്ടല്ലോ? ഇന്നലെ എന്താ പബ്ബിലായിരുന്നു? സ്റ്റിൽ യു ആർ നോട്ട് ചേഞ്ച്, സെയിം തിങ്, ഡിസിപ്ലിൻ, സ്റ്റിൽ കണ്ടിന്യൂയിങ് ദ സെയിം തിങ്. ചേട്ടൻ അറിയാമല്ലോ, എന്നും വിചാരിക്കും കൂടി നിർത്തണം. ബട്ട് ഇവൻച്വലി സംതിങ് വിൽ കം അപ്പ്. പിന്നെ ഒരു സമാധാനത്തിന് പോയി കുടിക്കും. യു നോ റൈറ്റ്? No, I don't know. Tell me, what is the current reason for misery? Tell me. ചേട്ടാ, ഞാൻ കുറച്ച് ദിവസം മുമ്പേ നമ്മുടെ നാട്ടിൽ എൻ്റെ സ്കൂളിൽ കൂടെ പഠിച്ചൊരു പുള്ളിക്കാരനെ കണ്ടായിരുന്നു. അവനൊരു പ്രൈവറ്റ് സ്കൂളിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഓക്കെ. അവന് ആ കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ഒരു വീട് തട്ടിക്കൂട്ടി അവൻ്റെ അച്ഛനെ അമ്മയെ നോക്കുന്നു. എന്നിട്ട് അവൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ കെട്ടുന്നു. അതും സ്ത്രീധനമില്ലാതെ. ഏഴാം കുലിയുടെ ആദം. Why that bothers you? ചേട്ടാ, അവന് എൻ്റെ 4 ശമ്പളം പോലും ഇല്ല. എന്നിട്ടും അവനൊരു പെണ്ണ് കിട്ടി. ലുക്ക് അറ്റ് മീ. സ്വന്തമായിട്ടൊരു വീടില്ല, റെന്റിന് താമസിക്കുന്നു, ഒരു പെണ്ണ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. മൈ ലൈഫ് ടോട്ടലി സക്സ്. See, Bobby, before 10 years you came with a resume and I thought you will be a good person and candidate, and I referred personally so that you will get a job, and you got it. That's your talent. I thought you become a good successful man in your life after getting the job, but now you become zero to absolute zero. Late night parties, roaming here and there with girls, chutikalis and all those things which make difference. Then now you are taking drugs also. ഇല്ലല്ലേട്ടാ, ഡ്രഗ്സ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല ചേട്ടാ, ഓരോരോ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഓരോ ദിവസം കഴിയുമ്പോൾ EMI പോലും എനിക്ക് മാസം അടയ്ക്കാൻ പറ്റുന്നില്ല. See, but when you are in your 20s, in middle of your part of the life, you should understand what life is about to. You should realize korchaka responsibilities, korchaka financial understandings or savings which makes you better. And moreover, എന്തിനാ ഒരു കാറിൻ്റെ EMI, പഴയ കാറിൻ്റെ EMI തീരാതെ പുതിയ കാറിൻ്റെ EMI, പുതിയ കാറും മേടിച്ചു. അപ്പോൾ ഇതെന്തോ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദോസ് തിങ്സ്. പിന്നെ ഇത്രയും മൊബൈൽ മേടിച്ച് ആരെ കാണിക്കാനാണ്? ദാറ്റ് ഡസൻറ്റ് സഫൈസ് അവർ ലൈഫ്, ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് വാട്ട് ദ ഹെൽ അബൌട്ട് 3 BHK bedroom? Is it 3 BHK means 3 bedrooms with 30 days in a month, so 20 days you will every 10 days you will sleep different bedrooms. Is it what nonsense you are thinking? അങ്ങനെയല്ല ചേട്ടാ, എനിക്ക് പേഴ്സണലി സന്തോഷം തോന്നുന്നത് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ആൻഡ് ഒബ്വിയസ്ലി ഇറ്റ് ഗിവ്സ് മീ ഹാപ്പിനെസ്. ദാറ്റ്സ് വാട്ട് ഐ ക്യാൻ ടെൽ. അതർവൈസ് It is not real life. It's not materialistic things that should give you happiness. കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫിൽ വേണം. ഇതൊന്നുമല്ല ലൈഫിൽ ശരിക്കുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കണം. യു നീഡ് ടു ചേഞ്ച് യുവർ പ്രയോറിറ്റീസ്. എല്ലാം ശരിയാണ്. നമുക്ക് നീ തിരിച്ചു വന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് സംസാരിക്കാം. എല്ലാം ഓക്കെയാണ്. ഡോണ്ട് വറി, ഇറ്റ്സ് ഫൈൻ. പ്രശ്നങ്ങളില്ലാത്തതായിട്ട് ആരാണ് ഈ ഭൂമിയിലുള്ളത്? ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും പ്രശ്നങ്ങളെ ആയിരിക്കില്ല. നമ്മളതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും.